ഡോക്ടർ അതുപോലെ പാകിസ്ഥാൻ്റെയൊക്കെ ഇത്തരത്തിലുള്ള പല ഭീഷണികളും രാജ്യത്തിനകത്തും പുറത്തുമെല്ലാം ഉണ്ടെങ്കിലും വാസ്തവത്തിൽ ഇന്ത്യക്ക് അവരെയൊക്കെ ഭയക്കേണ്ട കാര്യമുണ്ട്. കാരണം നമ്മൾ ആണവശക്തിയല്ലേ. കാരണം അതിന് മുന്നിൽ ഒരു നേരിട്ടുള്ള യുദ്ധം അല്ലെങ്കിൽ ഒരു രണ്ട് ചേരികളിൽ യുദ്ധം വന്നാലും ഇന്ത്യക്കല്ലേ മുൻതൂക്കം ലഭിക്കുക. അപ്പോൾ ഈ പാകിസ്ഥാനെ പേടിക്കേണ്ടതായിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ പേടിക്കേണ്ട രാജ്യങ്ങൾ വേറെ ഉണ്ടോ ഇന്ത്യയുടെ അയൽവക്കത്തായിട്ടുള്ളത്? അല്ല, നമ്മളിതെന്ന് പറയും ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഒരു ശൈലി അല്ലെങ്കിൽ ഇന്ത്യയുടെ നിലനിൽപ്പെന്ന് പറയുന്നത് മറ്റു രാജ്യങ്ങൾ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുടെ ഭൂപ്രദേശങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക എന്ന പ്രവണത ഇന്ത്യ ഒരിക്കലും മുന്നോട്ട് വെച്ചിട്ടില്ല. ഇന്ത്യയുടെ ഭൂപ്രദേശങ്ങൾ സംരക്ഷിക്കുക എന്ന് പറയുന്ന ഒരു രീതിയാണ് ഇന്ത്യ ഇന്ന് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയെ ആക്രമിക്കാൻ വരുന്ന ഈ പറയുന്ന രാജ്യങ്ങൾ, ആ രാജ്യങ്ങളോട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ ഇന്ത്യയുടെ അതിർത്തിക്ക് പുറത്തുമേയുള്ള, അതായത് നേരത്തെ സൂചിപ്പിച്ച അസർബൈജാൻ ആകട്ടെ, തുർക്കി ആകട്ടെ, അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട് വരുന്ന ഏത് രാജ്യങ്ങളാകട്ടെ, ഈ രാജ്യങ്ങളെല്ലാം തന്നെ അതിർത്തി സംരക്ഷിക്കുക എന്ന് പറയുന്ന ഇന്ത്യയുടെ ഒരു കാഴ്ചപ്പാടിനോട് ബന്ധപ്പെട്ട് രൂപപ്പെടുന്ന ശക്തികളുണ്ട് അല്ലെങ്കിൽ ശത്രുക്കളുണ്ട്. ആ ശത്രുക്കളുടെ പിൻബലത്തിൽ അല്ലെങ്കിൽ ആ ശത്രുക്കളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ മറ്റേത് രാജ്യവും അവർ ആണവായുധ രാജ്യമാണെന്ന് പറഞ്ഞാലും ഇന്ത്യയെ സംബന്ധിച്ച് പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് അതിക്രമിക്കുക അല്ലെങ്കിൽ അതിക്രമിച്ച് മുന്നേറുക എന്ന് പറയുന്ന പ്രവണത ഒരിക്കലും മുന്നോട്ട് വെക്കുന്ന രാജ്യമല്ല. ഒരിക്കലും ഒരു രാജ്യത്തെ ആക്രമിച്ചിട്ടില്ല അങ്ങോട്ട്, അല്ലേ? അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നില്ല. ഇന്ത്യ അങ്ങനത്തെ ഒരു കാഴ്ച, തിരിച്ചടി അല്ലെങ്കിൽ പ്രതിരോധം, ഒരു പ്രതിരോധത്തിന് മാർഗത്തിലാണ് ഇന്ത്യ എപ്പോഴും നിലനിൽക്കുന്നത്. പക്ഷേ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം അങ്ങനെയല്ല നമ്മൾ തീർച്ചയാക്കണം. കാരണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു അണവായുധ രാജ്യമാണെന്ന് പറയുമ്പോഴും ആ അണവായുധ രാജ്യമാണെന്നുള്ളൊരു ഭീഷണി ഇന്ത്യക്കെതിരെ എല്ലായ്പ്പോഴും അവർ ഉയർത്താറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് 2008 പാകിസ്ഥാനോട് ബന്ധപ്പെട്ട് അവിടുത്തെ ഒരു പ്രധാന പത്രമാണ് ദ നേഷൻ എന്ന് പറയുന്നത്. അതിനോട് ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ ഒരു പ്രസാധകനാണ് ഈ പറയുന്ന മജീദ് നിസാമി എന്ന് പറയുന്ന ഒരാൾ. അപ്പോൾ 2008 അദ്ദേഹം കൊടുത്തൊരു ഇൻ്റർവ്യൂ ഉണ്ട്. അദ്ദേഹം പറയുന്നത് കാശ്മീർ വീണ്ടെടുക്കാൻ വേണ്ടി വേണമെങ്കിൽ ആണവായുധങ്ങൾ ഞങ്ങൾ ഉപയോഗിക്കുമെന്നാണ് 2008 പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ പാകിസ്ഥാനോട് ബന്ധപ്പെട്ടും അല്ലെങ്കിൽ ഇന്ത്യയോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രദേശത്തെ പറ്റി നമ്മൾ സൂചിപ്പിച്ചത് പഞ്ചാബ്. അപ്പോൾ ഇന്ത്യൻ അതിർത്തിയോട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പാകിസ്ഥാനിലെ പഞ്ചാബിലാണ് കറുത്ത കുന്നുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന കിരാന കുന്നുകളുണ്ട്. ആ കിരാന കുന്നുകളുടെ ഭൂഗർഭ അറകളിലാണ് ഈ പറയുന്ന ആയുധങ്ങൾ, അണുവായുധങ്ങൾ ശേഖരിച്ചു വെച്ചെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പാകിസ്ഥാനിൽ. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് വളരെ ദൂരമല്ല. അപ്പോൾ ഒരു അണുവായുധ രാജ്യമാണെന്നുള്ള രീതിയിൽ ഈ പറയുന്ന മജീദ് നിസാമി ഒരു ഭീഷണി അന്ന് 2008 ഉയർത്തിയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കിരാന കുന്നുകൾ നമ്മളെ സംബന്ധിച്ച് കഴുത്തിന് നേരെ ചൂണ്ടിയിട്ടുള്ള തോക്ക് തന്നെയാണ്. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ അടുത്ത കാലഘട്ടം, അതായത് ഓപ്പറേഷൻ സിന്ദൂറിനോട് ബന്ധപ്പെട്ട് വരുന്ന ആ കാലഘട്ടത്തിൽ തന്നെയാണ് ഈ അമേരിക്കൻ ആർമിയോട് ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു, അതായത് ജനറൽ റിട്ടയർമെൻറ്റിനോട് ബന്ധപ്പെട്ട് വരുന്ന മൈക്കൽ കുറില എന്ന് പറയുന്ന, അപ്പോൾ അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റിനോട് ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ആർമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജനറൽ അവിടെ മജീദ് എന്ന് പറയുന്ന അവിടെ സന്ദർശിക്കുകയുണ്ടായി. ആ സന്ദർശന വേളയിൽ അതിനോട് ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന അതിൻ്റെ എന്താ പറയുക ചടങ്ങുകൾ, അതിനോട് ബന്ധപ്പെട്ട് വരുന്ന അത്താഴ വിരുന്നും മറ്റു കാര്യങ്ങൾ നടക്കുന്നതിനിടയിൽ ഈ പറയുന്ന പാകിസ്ഥാൻ ഭരണാധികാരി അല്ലെങ്കിൽ അതിൻ്റെ ആർമിയുടെ മേജർ പറഞ്ഞത് എന്താണ്, വേണ്ടി വന്നാൽ ഇന്ത്യക്കെതിരെ ആണവായുധം ഉപയോഗിക്കുമെന്നാണ് പറയുന്നത്. മറ്റൊരു രാജ്യത്തിന്, അതായത് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരാളിൻ്റെ മുന്നിൽ വെച്ച് പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യം ഇന്ത്യക്കെതിരെ ഉണ്ടാകുന്ന ഏതൊരു കാര്യത്തിലും ഇന്ത്യ ഈ പാകിസ്ഥാനോടൊപ്പം ഉണ്ടാകുന്ന പ്രഖ്യാപനം തന്നെയാണ്. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിൽ തന്നെ പറയാം, പാകിസ്ഥാനോട് ബന്ധപ്പെട്ട് വരുന്ന ആ ചർച്ച അവിടെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക അവരുടെ ഒരു ഭീഷണി ഉണ്ടാകുമ്പോൾ പാകിസ്ഥാനെ കൊണ്ട് അമേരിക്ക ഇത് പറയിപ്പിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ ഒരു ജനാധിപത്യ രാഷ്ട്രം അല്ലെങ്കിൽ വളരെ ശക്തമായ ഒരു രാജ്യമാണ് നമ്മൾ വിശ്വസിക്കുന്ന അമേരിക്കയുടെ മുന്നിൽ നിന്ന് അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ ഒരു ആണവ ഭീഷണി ഉയർത്തുമ്പോൾ പാകിസ്ഥാനോടൊപ്പമാണ് ഈ പറയുന്ന അമേരിക്ക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിനോടൊപ്പം നമ്മൾ ചേർത്ത് വയ്ക്കേണ്ട ഒരു കാര്യമുണ്ട്. പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം എല്ലാ കാലത്തും ചൈനയുമായി ബന്ധപ്പെട്ടാണ് മുന്നോട്ട് പോകുന്നത്. ചൈനയുടേതായിട്ടുള്ളത് എല്ലാവിധ സൈനിക സഹായ സഹകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് പാകിസ്ഥാൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പാകിസ്ഥാൻ എന്ന് പറയുന്ന ചൈന എന്ന് പറയുന്ന രണ്ട് അണുവായുധ രാഷ്ട്രങ്ങൾക്കിടയിൽ കുടുങ്ങിപ്പോയിട്ടുള്ള ഒരു രാജ്യം തന്നെയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഡോക്ടർ, ഇപ്പോൾ ഈ പാകിസ്ഥാൻ്റെ കാര്യം പറഞ്ഞ പോലെ അതേപോലെ തന്നെ അല്ലെങ്കിൽ അതിലും വലുതായ ഒരു സൈനിക ശക്തിയാണ്, ആണവശക്തിയാണ് ചൈന എന്ന് പറയുന്നത്. അപ്പോൾ ചൈനയുടെ ഭാഗത്തുനിന്നുള്ള ഭീഷണികൾ നമ്മൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ചൈനയുമായിട്ട് നമ്മൾ വളരെ സൗഹാർദ്ദപരമായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമുക്ക് ഇന്ത്യയെ സംബന്ധിച്ച്. അപ്പോൾ നമ്മുടെ ചരിത്രത്തിലും അല്ലെങ്കിൽ നമ്മുടെ പൊളിറ്റിക്സിലെല്ലാം വളരെ പറഞ്ഞു പോകുന്നൊരു കാര്യങ്ങളായിരുന്നു. ഇന്ത്യയും ചൈന എന്ന് പറയുന്നത് ബായി ബായി എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള സഹോദര ബന്ധത്തിൽ പോയിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ചൈനയെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കാശ്മീർ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണെന്ന് പറയുമ്പോൾ തന്നെ കാശ്മീരിൻ്റെ ഈ പറയുന്ന 20% ഭൂപ്രദേശങ്ങൾ കൈയാളുന്നത് ചൈനയാണ്. അതായത് 38,000-38,000 ചതുരശ്ര കിലോമീറ്റർ വരുന്ന ഭൂപ്രദേശം ചൈന കയ്യേറിയിട്ടുണ്ടെന്നാണ് ഇന്ത്യ ഇന്ന് വിശ്വസിക്കുന്നത്. നമുക്കറിയാം ചൈനയോട് ബന്ധപ്പെട്ട് വരുന്ന അവരുടെ കാഴ്ചപ്പാടുകൾ. 1962 ചൈന ഇന്ത്യക്കെതിരെ ആദ്യത്തെ യുദ്ധമുണ്ടാകുന്നത്. അപ്പോൾ ഈ ചൈനയോട് ബന്ധപ്പെട്ട് വരുന്ന പീപ്പിൾസ് ലിബറേഷൻ ആർമി അവർ 2 ഘട്ടങ്ങളിലൂടെയാണ് ഇന്ത്യ അന്ന് 62 ആക്രമിക്കുന്നത്.
അപ്പോൾ രണ്ട് ഘട്ടം എന്ന് പറയുന്നത് രണ്ട് മേഖലകളാണ്. 1000 കിലോമീറ്റർ അകലത്തിലുള്ള രണ്ട് ഘട്ടങ്ങൾ. ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ലഡാക്കിനോട് ബന്ധപ്പെട്ട് വരുന്ന അക്സായ് ചിൻ എന്ന് പറയുന്ന പ്രദേശമായിരുന്നു. അക്സായ് ചിന്നോട് ബന്ധപ്പെട്ട് വരുന്ന കുറേയേറെ പ്രദേശങ്ങൾ എന്നവർ കീഴടക്കുക മാത്രമല്ല, ആ പ്രദേശം ഇന്നും പൂർണ്ണമായിട്ട് ഇന്ത്യക്ക് അവർ വിട്ടു നൽകിയിട്ടില്ല. നമുക്കറിയാം 2020 കാലഘട്ടത്തിലുണ്ടായിരുന്ന ഇന്ത്യ ചൈന യുദ്ധം, ആ ഒരു സംഘർഷം എന്ന് പറയുന്നത് അക്സായ് ചിൻ പ്രദേശത്തെ കേന്ദ്രീകരിച്ചായിരുന്നു. അതുപോലെ തന്നെയാണ് ലഡാക്കിനോട് ബന്ധപ്പെട്ട് വരുന്ന ആ പ്രദേശത്ത് മറ്റൊരു പ്രത്യേകതയുണ്ട്. ആ ലഡാക്കിലേക്ക് ഈ പറയുന്ന പ്രദേശം, ഈ ചൈന എന്ന് പറയുന്ന ചൈനയിൽ നിന്ന് ലഡാക്കിലേക്ക് ഒരു റെയിൽ പദ്ധതി കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ആ റെയിൽ ആ റെയിൽപാത കടന്നു പോകുന്നത് അക്സായ് ചിൻ എന്ന് പറയുന്ന പ്രദേശത്തായതുകൊണ്ട് തന്നെ എന്നും ഇന്ത്യയെ സംബന്ധിച്ച തലവേദന തന്നെയാണ്. അപ്പോൾ ലഡാക്കിനോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ആക്രമണ മേഖലയായിരുന്നു 1962 കേന്ദ്രീകരിച്ച്. അപ്പോൾ മറ്റൊരു പ്രദേശം, ഞാൻ പറയും 2 പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടത്. മറ്റൊരു പ്രദേശം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ പ്രദേശത്തോട് ബന്ധപ്പെട്ട സിക്കിമിൻ്റെയും അരുണാചൽ പ്രദേശിൻ്റെയും കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു. അന്ന് അവർ 48 കിലോമീറ്റർ ഉള്ളിലേക്ക് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുകയുണ്ടായിരുന്നു. പിന്നീട് അതൊരു 20 കിലോമീറ്റർ വാങ്ങുന്നുണ്ട്. എങ്കിൽ തന്നെയും അരുണാചൽ പ്രദേശിനോട് ബന്ധപ്പെട്ട് വരുന്ന പ്രദേശങ്ങൾ ഇന്ത്യയുടെ ഭാഗമാണെന്ന് അവർ ഒരിക്കലും പറയുന്നില്ല. അവർ പറയുന്നത് അരുണാചൽ പ്രദേശ് എന്ന് പറയുന്ന പ്രദേശം അത് ചൈനയുടെ ഭാഗമാണെന്നാണ് പറയുന്നത്. അവർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രീതിയുണ്ട്. അതായത് ഇന്ത്യയുടേതായിട്ടുള്ള ഭൂപ്രദേശങ്ങൾ, അരുണാചൽ പ്രദേശിനോട് ബന്ധപ്പെട്ട് വരുന്ന ഇന്ത്യയുടേതായിട്ടുള്ള ഭൂപ്രദേശങ്ങൾക്ക് ചൈനീസ് നാമങ്ങളാണ് അവരിപ്പോൾ കൊടുക്കുന്നത്. 2017 ആ ഒരു പ്രവണത മുന്നോട്ട് വെക്കുന്നത്. 2017 6 പ്രദേശങ്ങൾക്ക് ചൈനയുടേതായിട്ടുള്ള പേരുകൾ അവർ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 2021 വരുന്നുണ്ട്, 23 വരുന്നുണ്ട്, 24 വരുന്നു. 24 വരുമ്പോഴാണ് ഏകദേശം 30ഓളം പ്രദേശങ്ങൾക്ക് ചൈനീസ് നാമങ്ങൾ കൊടുക്കുന്നത്. അവർ പറയുന്നത് അരുണാചൽ പ്രദേശിനോട് ബന്ധപ്പെട്ട് വരുന്ന പ്രദേശങ്ങൾ തെക്കൻ ടിബറ്റ്, അതായത് ചൈനയുടെ ഭൂപ്രദേശം സ്ഥിതി ചെയ്യുന്ന തെക്കൻ ടിബറ്റായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാശ്മീർ ആകട്ടെ അല്ലെങ്കിൽ ആ പ്രദേശങ്ങളോട് ബന്ധപ്പെട്ട് കിഴക്കൻ പ്രദേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, അതായത് അരുണാചൽ പ്രദേശം വരെ ഉണ്ടാകുന്ന പ്രദേശങ്ങളെല്ലാം തന്നെ ചൈനയുടേതായിട്ടുള്ള ഒരു കടന്നുകയറ്റം എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ചൈനയോട് ബന്ധപ്പെട്ട് വരുന്ന ഈ പ്രശ്നങ്ങൾ അവർ ഒരിക്കലും, അതായത് ഇന്ത്യയോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു അവകാശവാദത്തെ എന്ന് നിരാകരിക്കുന്ന പ്രവണതയുണ്ട്. 2025 ഒരു പ്രധാനപ്പെട്ട സംഭവം നടന്നു. അതായത് ഈ അരുണാചൽ പ്രദേശത്തിലുള്ള ഒരു പെൺകുട്ടി ബ്രിട്ടനിൽ നിന്ന് ജപ്പാനിലേക്ക് യാത്ര ചെയ്യുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഷാങ്ഹായിൽ ഇറങ്ങേണ്ടി വരുന്നുണ്ട്. ഷാങ്ഹായിൽ ഇറങ്ങുമ്പോൾ അവരുടെ പാസ്പോർട്ട് ചൈനീസ് ഭരണാധികാരികൾ അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട വിഭാഗങ്ങൾ പരിശോധിക്കുന്നു. ആ പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന, അതായത് ഈ സഞ്ചരിച്ച സ്ത്രീ എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശുകാരിയാണെന്ന് മനസ്സിലാക്കുമ്പോൾ അരുണാചൽ പ്രദേശ് എന്ന് പറയുന്നത് ചൈനയുടെ ഭാഗമാണെന്ന് സമ്മതിച്ചാൽ മാത്രമേ തുടർയാത്ര അവർ അനുവദിക്കുന്നുള്ളൂ. അപ്പോൾ അവർ എല്ലാ രീതിയിലും അരുണാചൽ പ്രദേശ് എന്ന് പറയുന്ന പ്രദേശം, അതുപോലെ തന്നെ ഇന്ത്യയുടേതായിട്ടുള്ള പല പ്രദേശങ്ങളും ഈ പറയുന്ന രീതിയിലേക്ക് കവർന്നെടുക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ തൊട്ടടുത്ത് കിടക്കുന്ന പാകിസ്ഥാൻ ആകട്ടെ അതുപോലെ ചൈനയാകട്ടെ എല്ലാ കാലഘട്ടത്തിലും ഇന്ത്യക്കെതിരെയുള്ള പ്രവണതകളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മുൻപ് എല്ലാ കാലഘട്ടത്തിലും ചൈന സഹായിക്കുന്നുണ്ട്. പാകിസ്ഥാനോട് ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ സായുധമായിട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ സൈനികമായിട്ടുള്ള സഹായങ്ങൾ 1966 മുതലാണ് ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുന്നത്. ആ 66 മുതൽ ചെയ്തു കൊടുക്കാൻ തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ട് യുദ്ധവിമാനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ആ യുദ്ധവിമാനങ്ങൾ പോലും അതുപോലെ തന്നെ സാങ്കേതിക വിദ്യയോട് ബന്ധപ്പെട്ട് വരുന്ന ആശയവിനിമയ ഉപകരണങ്ങൾ, ആ ഉപകരണങ്ങളെല്ലാം തന്നെയാണ് ഈ പറയുന്ന പഹൽഗാം ഭീകരാക്രമണത്തോട് ബന്ധപ്പെട്ട് ഈ പാകിസ്ഥാൻ വിഭാഗം ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാ മേഖലയിൽ നിന്നും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യ വിരുദ്ധ ശക്തിയുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരു ചതുരാഷ്ട്രം തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഈ പറയുന്ന ചൈന എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഈ നിലനിൽപ്പ്, ഇന്ത്യ ശക്തമായ ഒരു രാജ്യമായിട്ട് നിലനിൽക്കുകയാണെന്നും ഈ ചൈന മനസ്സിലാക്കുന്നുണ്ട്. അറബിക്കടലിനോടോ അല്ലെങ്കിൽ ഇന്ത്യൻ ഓഷനോട് ബന്ധപ്പെട്ട് വരുന്ന പ്രദേശങ്ങളിൽ എല്ലാ കാലഘട്ടത്തിലും ചൈനീയതായിട്ടുള്ള സാന്നിധ്യം ഉണ്ടാക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയുടെ കിടപ്പ് അതിനവർക്കൊരു തലവേദനയായിട്ടാണ് അവർ കണക്കാക്കുന്നു. 1960 മുതൽ ഇന്ത്യൻ ഓഷൻ എന്ന് പറയുന്ന ഒരു പേര് ഇന്ത്യയെ സംബന്ധിച്ചുള്ള ഒരു അവകാശമാണെന്നുള്ളൊരു വാദഗതി അവർ മുന്നോട്ട് വെക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ ഓഷൻ എന്നൊരു പേര് ഉപയോഗിക്കാൻ പാടുന്ന വാദഗതി ഉയർത്തുന്നുണ്ട്. ചൈന ഉയർത്തുന്നുണ്ട്. ഇന്ത്യൻ ഓഷൻ എന്ന് പറയുന്ന രാജ്യം ഉയർത്തിക്കൊണ്ടിരുന്നു. അതുപോലെ ചൈനയും 1960 മുതൽ ഉയർത്തുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയുടേതായിട്ടുള്ള ഈ പറയുന്ന ഒരു സാന്നിധ്യത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അറബിക്കടലിനോട് ബന്ധപ്പെട്ട് വരുന്ന പ്രദേശങ്ങളിൽ ചൈനയുടെ സാന്നിധ്യം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ പാകിസ്ഥാനിലെ ഖോദർ എന്ന് പറയുന്ന തുറമുഖമുണ്ട്. അറബിക്കടലിനോട് ബന്ധപ്പെട്ടുള്ള ഖോദർ, ആ ഖോദർ തുറമുഖത്തേക്ക് ചൈനയിൽ നിന്നുള്ള ഗോഷ്ഗോർ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നും ഒരു ഇടനാഴി സ്ഥാപിച്ചിരിക്കുകയാണ്. ഇടനാഴിയുടെ പ്രവർത്തനങ്ങളാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതായത് ആസാദി കാശ്മീർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ജമ്മു കാശ്മീരോട് ബന്ധപ്പെട്ട് പാകിസ്ഥാൻ കൈവശപ്പെടുത്തിയുള്ള പ്രദേശങ്ങളിലൂടെ കടന്നു പോകുന്ന ആ പാത
പാകിസ്ഥാന്റെ സിന്ധ് പ്രവിശ്യയോട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ അതിൻ്റെ അറബിക്കടലിനോട് ബന്ധപ്പെട്ട് വരുന്ന പ്രദേശത്തുള്ള ഗോദറിനോട് ബന്ധപ്പെടുത്തി ഒരു ഇടനാഴിയായി മാറുമ്പോൾ അറബിക്കടലിനോട് ബന്ധപ്പെട്ട് വരുന്ന പ്രദേശങ്ങളിൽ ചൈനീസ് സാന്നിധ്യം ഉറപ്പിക്കാനും ഇന്ത്യക്കൊരു ഭീഷണിയായി മാറാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവർ ഒരുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ശത്രുക്കളായിട്ട് കണക്കാക്കുന്ന രാജ്യങ്ങളെല്ലാം തന്നെ സംഘടിക്കപ്പെട്ടിരിക്കുകയാണ്. അത്തരമൊരു കാഴ്ചപ്പാടിലാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. ആ കാഴ്ചപ്പാടിൽ തീർച്ചയായും അതുകൊണ്ട് അത്തരമൊരു അനുഭവത്തിലൂടെ പോകുന്ന ഇന്ത്യ സ്വാഭാവികമായിട്ടും ഈ രാഷ്ട്രങ്ങളെ ആ രീതിയിൽ തന്നെ കണക്കാക്കുന്നുണ്ട്. നമുക്കറിയാം, ഷാങ്ഹായ് ഉച്ചയോട് ബന്ധപ്പെടുത്തിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടുത്തെ പ്രസിഡന്റുമായിട്ടൊരു കൂടിക്കാഴ്ചയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് 5 വർഷം മുടങ്ങിക്കിടന്ന വിമാന സർവീസുകൾ പുനഃസ്ഥാപിക്കപ്പെട്ടുവെങ്കിലും നമുക്ക് മനസ്സിലാക്കേണ്ടത് അതിനുശേഷവും ഈ പറയുന്ന ലഡാക്കിനോട് ബന്ധപ്പെട്ട് വരുന്ന അക്സായ് ചെയിൻ പ്രദേശത്തെ ചൊല്ലിയുള്ള ഏറ്റുമുട്ടലുകൾ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇന്ത്യയോട് ബന്ധപ്പെട്ട് വരുന്ന അതിർത്തി പ്രദേശങ്ങൾ കയ്യേറുക എന്ന് പറയുന്നത് ചൈനയെ സംബന്ധിച്ച് ഒരിക്കലും ഉപേക്ഷിക്കുന്ന സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ശത്രുരാജ്യം എന്ന രീതിയിൽ തന്നെയാണ് ഇന്ത്യ ചൈനയെയും കണക്കാക്കുന്നത്.